വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഒരാഴ്ചക്കകം ന്യൂ ഇയറും ഇങ്ങെത്തും. ബൈ 2025 വെൽക്കം 2026. അപ്പോൾ ക്രിസ്മസിന് എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പെഷ്യലൊന്നുമില്ല, സാധാരണ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. എങ്കിലും നമ്മൾ ചിക്കൻ ഇല്ലാതൊരു കളിയില്ലല്ലോ. ഈ ചിക്കൻ നമ്മൾ ചില്ലി പേസ്റ്റ് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് പെരട്ടി ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ വ്ളോഗിൽ. അതിൽ 3 എടുത്തത് പുറത്ത് വെച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് മസാലയും മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് പെരട്ടി ഒന്നും കൂടെ ഒന്ന് പെരളാനായിട്ട് വെച്ചു. കൂടെ ഉപ്പുമാവാണ് ലഞ്ചാട്ടോ. ഉപ്പുമാവും ചിക്കൻ ഫ്രൈയും ആണ് ഇന്നത്തെ ലഞ്ച്. സിമ്പിളായിട്ട് ഒരു ഉപ്പുമാവ് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. കുറേ കരിവേപ്പില ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ സ്റ്റീലിൻ്റെ ഈ കടായിലാണ് വറക്കാൻ പോകുന്നത്. കരിവേപ്പില ഇട്ട പെട്ടെന്ന് ഇളകി വരും. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ കാലുകൾ വറുത്തെടുക്കാം. ഈ കരിവേപ്പിലയുടെ മാജിക് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം കരിവേപ്പില ഇടുന്നു അത്രത്തോളം നമുക്ക് നോൺ സ്റ്റിക്കായിട്ട് നമ്മുടെ വറുക്കുന്ന സംഭവങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ കുറേ കരിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് താത്തിട്ട് ആ എണ്ണയിൽ എനിക്കൊന്ന് കരിവേപ്പിലയുടെ കെമിക്കൽ ചേരുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇളകി വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് സ്റ്റീലിൻ്റെ പാത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു സൈഡ് നന്നായിട്ട് ഒരുവിധം ഒന്ന് മൂത്ത് വന്നിട്ട് കൈ വെച്ചൊന്ന് തിരിച്ചിടുക. കാരണം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് ചൂട് അത്ര ഫീൽ ചെയ്യത്തില്ല. സ്റ്റീലായാലും എന്തുമായാലും അത്ര ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ഈവൻ നമ്മൾ അയണിൻ്റെ കടായിൽ തൊട്ടാൽ പോലും പെട്ടെന്ന് ആ സമയത്ത് അറിയത്തില്ല. പിന്നെ നമ്മുടെ കയ്യിൽ അഴലുന്ന പോലും ഒരു ചൂട് വരും. അപ്പോഴാണ് അയ്യോ കൈ പൊള്ളിയോ എന്ന് തന്നെ നമ്മൾ ആലോചിക്കുന്നത്. അതാണ് ഈ തണുപ്പിൻ്റെ ഒരു കുഴപ്പം. ഇത് കണ്ടോ, നല്ല ചൂടായിട്ടിരിക്കുന്ന നമ്മുടെ സ്റ്റീൽ പാത്രമാണ്. ഞാൻ കരിവേപ്പിലയുടെ മാജിക് പറഞ്ഞില്ലേ, നമ്മുടെ ചിക്കൻ ഫ്രൈ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്ന കണ്ടോ, അതാണ് നമ്മുടെ കരിവേപ്പിലയുടെ മാജിക്. അപ്പൊ അത് ഒന്ന് കിടന്ന് ഫ്രൈ ആകട്ടെ. ഇപ്രാവശ്യം നമ്മൾ ചിക്കൻ വാങ്ങിച്ചത് വേറൊരു കടയിൽ നിന്ന് കേട്ടോ. ഫ്രോസൺ അല്ലായിരുന്നു, ഫ്രഷ് ആയിരുന്നു. പക്ഷെ അതിൻ്റെതായ രുചിയും അതിനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചിക്കൻ കാലുകൾ ഫ്രൈ ആയി. ഉപ്പുമാവും പെട്ടെന്ന് റെഡിയാവും. ഈസി ഫാസ്റ്റ് ലഞ്ച് എന്ന് പറയാം. അപ്പോൾ തണുപ്പത്ത് ഭയങ്കര മടിയാണ് നമുക്ക് ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ. പെട്ടെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ അതേ കുറച്ച് വേസ്റ്റ് ഞാൻ നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒരുപാടൊന്നും ഇല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴാണ് പുറത്തെടുത്ത് വെക്കുക കേട്ടോ. പുറത്ത് എടുത്ത് വെച്ചാൽ അവരെടുത്തുകൊണ്ട് പോയിക്കോളും. പ്ലാസ്റ്റിക് വേസ്റ്റും അതുപോലെ 2-3 പ്രാവശ്യം ഒരുവിധം നിറയുമ്പോഴാണ്. എല്ലാ ദിവസവും അങ്ങനെ വെക്കാറില്ല. ഫുഡ് വേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാടുണ്ടെങ്കിൽ എല്ലാ ഡെയിലി എടുത്ത് കളയും. കുറച്ച് ഉള്ളിത്തലിയൊക്കെ മാത്രമേ ഉള്ളെങ്കിൽ 2 ദിവസമൊക്കെ കൂടുമ്പോഴാണ്. തണുപ്പത്ത് സ്മെല്ലൊന്നും വരുത്തൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വേസ്റ്റ് പുറത്തേക്ക് അങ്ങ് എടുത്ത് വെച്ചേക്കാം. രാത്രിയിൽ നമ്മൾ എടുത്ത് വെച്ചാൽ ഇവിടെ പൂച്ചയുടെ ശല്യമുണ്ട്. അത് വന്നിങ്ങനെ മാന്തി ഒക്കെ ഇടും. പൂച്ച മാത്രമല്ല, മയിൽ രാത്രി ഇറങ്ങുമെന്ന് എനിക്കറിയത്തില്ല, പൂച്ചയായിരിക്കും. അതുകൊണ്ട് രാത്രിയിൽ അങ്ങനെ പുറത്തെടുത്ത് വെക്കാറില്ല. ശരിക്കും രാവിലെയാണ് കംപ്ലീറ്റ് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകാൻ അവർ വരുന്നത്. ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. രാവിലെയാണ് എടുത്ത് വെക്കുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മളിങ്ങനെ എടുത്ത് വെച്ചാലും അവരെടുത്തുകൊണ്ട് പോയിക്കോളൂ. ഇപ്പോൾ ഒന്ന് എടുത്ത് വെച്ചാൽ നമുക്ക് പകലാണെങ്കിൽ നമുക്ക് കാണാനും പറ്റില്ല എടുത്തുകൊണ്ട് പോയോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പൂച്ചയുടെയും മയിലിൻ്റെയും മാത്രമൊന്നും അല്ല, ഏതൊക്കെയോ രാത്രി വേറെ സംഭവങ്ങളൊക്കെ. ഇവിടെ കുറച്ച് ജംഗിൾ പോലത്തെ സ്ഥലമായതുകൊണ്ടേ വന്നതൊക്കെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടല്ലേ. സിമ്പിൾ, നമുക്ക് വലിയ കാര്യങ്ങളൊന്നും കാണത്തില്ലെങ്കിലും വേസ്റ്റ് രാവിലെ ഇങ്ങനെ അലച്ച് പിളുത്ത് കിടക്കുന്ന അപ്പുറത്തൊക്കെ എല്ലാവർക്കും, മാത്രമല്ല നമ്മൾ താഴെ കണ്ട് മേളിൽ നിന്നൊക്കെ വരുന്നവർക്കേ കാണുമ്പോൾ അതിങ്ങനെ കുത്തിപ്പറിച്ചിട്ടേക്കുന്ന കാണുമ്പോൾ ഒരു വല്ലായ്മയല്ലേ. ഇവിടെ ചിലരൊക്കെ പുറത്തെടുത്ത് വെക്കും കേട്ടോ, കുഞ്ഞുങ്ങളുടെ ഡയപ്പറും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇങ്ങനെ മയിലോ എന്തൊക്കെയോ ഒന്ന് കുത്തിയിടുന്നതൊക്കെ കാണാം. അപ്പം നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിസരവും നമ്മുടെ ബാക്കിയുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ ശരിക്കും പോകാമല്ലോ. അപ്പം നമ്മുടെ വേസ്റ്റ് ബോക്സ് ഒന്ന് കഴുകി വെച്ചു. ഇന്ന് കുറച്ച് വെയിൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. 2 ദിവസം കൊണ്ടൊന്ന് മാറ്റിയെടുത്താലും, കാരണം ഇടയ്ക്കിടയ്ക്കൊന്ന് കഴുകിയില്ലെങ്കിൽ അതിനകത്തൊന്ന് സ്മെല്ല് വരും. നമ്മൾ പ്ലാസ്റ്റിക് കവർ ഒക്കെ ഇട്ട് വെച്ചാണെങ്കിലും വേസ്റ്റ് ഇടുന്നില്ലേ. ഞാൻ തുറന്ന് തന്നെയാണ് ഇത് വെക്കുന്നത് ഫുഡിൻ്റെ കേട്ടോ. അപ്പം ഇന്ന് നമുക്കൊരു ഈസി, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ് കാണിച്ചു തരാം. ന്യൂ ഇയറിനൊക്കെ നിങ്ങൾ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പുഡിങ് കേട്ടോ. ഭയങ്കര ഈസിയാണ്. പാല് തിളപ്പിക്കുക, കുറച്ച് തണുത്ത പാലിലേക്ക് കസ്റ്റേർഡ് ഒന്ന് കലക്കി വെക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കി പഞ്ചസാരയൊക്കെ ഇട്ട്, ഒരുപാട് കുറുകിയൊന്നും വേണ്ട. അതേ തിളയ്ക്കുന്നുണ്ടോ, നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ബ്രൗൺ ബ്രെഡാണ് ഞാൻ എടുത്ത് വെച്ചത്. അതിങ്ങനെ പിച്ചി രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ടങ്ങ് തീ ഓഫ് ചെയ്യാം. ഇനി അതിനകത്തിരുന്ന് അങ്ങ് കുതിരും. അത് ചൂടോടെ തന്നെ നമുക്കെടുത്ത് വേറൊരു ഗ്ലാസ് ബൗളിലോട്ട് മാറ്റാം. എന്തിനാന്ന് വെച്ചാൽ ഞാനിത് നമ്മുടെ മൈക്രോവേവിൽ കണ്ടക്ഷൻ മോഡ്, ഇലക്ട്രിക് മോഡിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ ബ്രെഡ് ഒന്ന് കുതിർന്നിട്ട്, ഒരുപാടൊന്നും കുതിരണ്ട, പൊടിക്കുകയോ മിക്സിയിലടിക്കുകയോ ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി അത് ഞാനൊരു 30 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ പുഡിംഗ് വെച്ച് കൊടുക്കുകയാണ്. മുട്ടയോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല, എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. സിമ്പിൾ സംഭവം റെഡിയായി കിട്ടിയിട്ടുണ്ട്.
പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിംഗ് ആണ് ഇത്. നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ച് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് മുറിച്ചൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ ചൂടോടെ, തണുപ്പ് സമയമാണെങ്കിൽ നമുക്ക് ചൂടോടെ കഴിക്കാം. ചൂടോടെ കഴിക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. ദേ കണ്ടോ, പുഡിങ്ങിൻ്റെ അതേ ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ താഴേലൊക്കെ കാണിച്ചു തരാം. ഞാൻ പറയില്ല, ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഉറയ്ക്കും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ആറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ചൂടോടെ വെച്ച് കൊടുത്താൽ അത് ശരിയല്ലല്ലോ. അപ്പം നന്നായിട്ടൊന്ന് ആറട്ടെ. കുറച്ച് ചൂടോടെയും കഴിക്കും, ബാക്കി ഫ്രിഡ്ജിലേക്കും വെക്കും. കാരണം മുഴുവൻ എന്തായാലും ഒരുമിച്ച് കഴിക്കാൻ പറ്റത്തില്ല. നമ്മുടെ അങ്കുവിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു. അവൻ ജിംഗിൾ ബെൽസിന്റെ ഡാൻസിനുണ്ട്. പക്ഷെ ഡാൻസിന്റെ കോസ്റ്റ്യൂം ഒക്കെ സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കുക കേട്ടോ. നമ്മൾ 300 രൂപ കൊടുത്താൽ മതി. അവർ റെന്റിനെടുത്ത് വെച്ചേക്കുന്ന സംഭവം കംപ്ലീറ്റ് എന്താ വെച്ചാൽ അവരങ്ങ് ചെയ്തോളൂ. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. വേറെ നമ്മൾ വാങ്ങിയൊന്നും വേണ്ടി വന്നില്ല. അപ്പം അവൻ അതുകൊണ്ട് ഇന്ന് കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ബാഗൊന്നും കൊണ്ടുപോകണ്ട. അതുകൊണ്ടൊരു കുഞ്ഞു ബാഗും ജാക്കറ്റ് ഞാൻ സിബ് ഇടാൻ പറഞ്ഞു. കാരണം തെർമൽസ് ഇടാതാണ് പുള്ളി പോകുന്നത്. വേറെ ഞാനൊരു വൈറ്റ് തെർമൽസ് അവിടെ ചെന്നിട്ട് ഇടാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അത് അവൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. വൈറ്റ് ഡ്രസ് സെറ്റാണെന്ന് തോന്നുന്നു അവർക്ക്. വീഡിയോയും ഫോട്ടോയും കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്കു പോയതിന് ശേഷം എനിക്കും രാക്കേക്കും സിമ്പിളായിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ചായവ. അങ്കുവിന് ഇന്ന് ഫുഡ് കൊടുത്തു വിടണ്ടായിരുന്നു. അവൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് അവരെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാനും അവൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ നമുക്ക് സിമ്പിൾ ബ്രെഡ്, നമ്മുടെ ദസീകി ഞാനൊന്ന് കാണിച്ചില്ലേ, അത് വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്ത് ചായ ആയിട്ട് കഴിച്ചതേ ഉള്ളൂ. രാക്കേ പോകുന്ന സമയമായപ്പോൾ ചെറുതായിട്ടൊന്ന് ഫോഗൊക്കെ ഒന്ന് വിട്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ രാക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ക്ലാരിറ്റിയൊക്കെ അടുത്തൊക്കെ ഉണ്ട്, ദൂരോട്ട് കുറച്ച് കുറവുണ്ട്, അത്രേ ഉള്ളൂ. മടി പിടിച്ചിരുന്നാലും നമ്മൾ ഈ സമയത്ത് മടി പിടിച്ചിട്ടേ അങ്ങനെ ഇരിക്കാതെ. തണുപ്പൊന്നും അങ്ങനെ ഒന്നല്ല. ചൂടാണെങ്കിലും ഏത് കാലാവസ്ഥയാണെങ്കിലും മടി വന്നു കഴിഞ്ഞാൽ മടി തന്നെയല്ലേ. പക്ഷെ നമ്മുടെ ജോലികൾ തീർക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കൽ 1 2 3 റിപ്പീറ്റ്. ശരിയല്ലേ? ഇങ്ങനെ തന്നെയല്ലേ നമ്മുടെ ലൈഫ് പോകുന്നത്. എനിക്കൊന്ന് ജോലിക്ക് പോകുന്നവരായാലും ജോലിക്ക് പോകാത്തവരാണെങ്കിലും എന്തായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിച്ചേ പറ്റത്തുള്ളൂ. 3 നേരത്തെയും. അത് എല്ലാ അമ്മമാരും ചിന്തിക്കുന്ന സംഭവങ്ങളാണ്. നമ്മുടെ വീട്ടുകാർക്കെല്ലാം നല്ല ഫുഡ് കൊടുക്കണമെന്നല്ലേ. അപ്പോൾ ദേ ഇത് ഗോപി, ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞില്ലേ, ഇവിടെ നല്ല കോളിഫ്ലവർ കിട്ടുന്ന ടൈമാണ്. നല്ല ഉരുളക്കിഴങ്ങ് കിട്ടും. ആലുഗോപിയൊക്കെ ഇപ്പം നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ടൈമാണ്. അപ്പം ഞാൻ ഒരു ഫ്യൂച്ചറയുടെ, ഹോക്കിൻസ് ഫ്യൂച്ചറയുടെ ഒരു റൊട്ടിത്തവ വാങ്ങിച്ചത് ഓൺലൈൻ വഴി, ആമസോൺ വഴി വാങ്ങിച്ചത് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ അൺബോക്സ് ചെയ്ത് കാണിച്ചില്ല. അതാണിത് സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കാൻ വന്നത്. ഇതുവരെ ഇരുമ്പിൻ്റെ അതായിരുന്നല്ലോ റൊട്ടിത്തവ. അപ്പോൾ അതേ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ വിം ലിക്വിഡ് ഇട്ടൊന്ന് കഴുകിയിട്ട് അങ്ങനെ അങ്ങ് ഉണ്ടാക്കുകയാണ്. പക്ഷെ നല്ല സ്ലിപ്പറി ആയിട്ടുണ്ട്. സാധാരണ ഞാനില്ല ഇരുമ്പിൻ്റെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങനെ അനങ്ങാതെ ശീലിച്ചിട്ടേ, ഇതിലെ നോൺ സ്റ്റിക്കിനെ കാട്ടി എനിക്കൊന്ന് സ്ലിപ്പറി പോലെ എനിക്ക് തോന്നി. നെയ്യൊക്കെ കുറച്ച് മതി. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സംഭവം വേറൊന്നുമല്ല, ഗോബി പറാട്ടയാട്ടോ. എന്തായാലും ഗോപിയുടെ സീസണാണ്. രാക്കയുടെ ഫേവറേറ്റ് ആണ് ഗോബി പറാട്ടയും ഗോബി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോളിഫ്ലവർ, അത് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചോളൂ. ഇതിനകത്ത് ഉപ്പോ വേറെ കാര്യങ്ങളൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് എടുത്തിട്ടൊന്ന് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തോളൂ. ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം അതിനകത്തൊന്ന് പീച്ചു. അപ്പം നമുക്ക് പരത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. സിമ്പിളായിട്ട് അത് നമ്മുടെ മാവിൽ ഞാൻ കുറച്ച് അജ്വൈൻ എന്ന് പറയുന്നത്, എന്താ പറയുക, നമ്മുടെ ക്യാരം സീഡ്സ് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ എനിക്ക് നയമോദകം, അതിടും. പിന്നെ കുറച്ച് ജീരകം ഇടും, മുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച മാവാട്ടോ. അതിനകത്താണ് നമ്മുടെ സിമ്പിളായിട്ട് ഈ ഗോബി ഗ്രേറ്റ് ചെയ്തതും കൂടെ വെച്ചിട്ട് ഇതുപോലെ സാധാരണ രീതിയിൽ പരത്തി എടുത്തിട്ട് ചുട്ടെടുക്കാം. രാക്കയുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് ആദ്യം ഞാൻ അത് തന്നെ ഉണ്ടാക്കുകയാണ്. ഫാസ്റ്റായിട്ട് ആയി കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ നാളായി നോൺ സ്റ്റിക്കിലും ഞാൻ അങ്ങനെ ഇപ്പോൾ റൊട്ടിയും ചപ്പാത്തിയൊന്നും ഞാൻ നോൺ സ്റ്റിക്ക് അങ്ങ് ഉപേക്ഷിച്ചു കേട്ടോ. ഞാനിപ്പം ഉപയോഗിക്കാറേ ഇല്ലായിരുന്നു. എല്ലാം ഇരുമ്പിലേക്ക് മാറി, പിന്നെ സ്റ്റീലിലേക്ക് മാറി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു തവ വാങ്ങാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയത്. പക്ഷെ സംഭവം പെട്ടെന്നായിട്ടുണ്ട്. ഇത് അനഡൈസ്ഡിൻ്റെ എന്തോ മെറ്റീരിയൽ ആണ്. അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കിയത് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞല്ലോ, ഉണ്ടാക്കിയിട്ട് പറയാമെന്ന്. സംഭവം നല്ല കേട്ടോ, പെട്ടെന്ന് ആവുന്നുണ്ട്. ഒട്ടും അടിക്കേ പിടിക്കുന്നില്ല. ദോശയിനകത്ത് ചുടാവോ എന്തോ, റൊട്ടിത്തവയാണ്. പക്ഷെ ദോശയ്ക്ക് നമുക്ക് ഇരുമ്പിൻ്റെ നമ്മുടെ ദോശ കല്ല് തന്നെയാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ്. ഒരുപാടൊന്നുമില്ല. ഇത് കുറച്ച് ഹെവിയാ സംഭവം, നമ്മുടെ ഗോബി പറാട്ട എന്നൊക്കെ പറയുന്നത്. സിമ്പിളായിട്ട് തൈരോ അല്ലെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാം. പക്ഷെ ഞാൻ കുറച്ച് വെള്ളക്കടല ചോല് അതും കൂടെ ഉണ്ടാക്കി 6 പറാട്ടയെ ഉണ്ടാക്കി. സോഫ്റ്റായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടച്ചു വെച്ചാൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും. ഇത് ശരിക്കും ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൂടെ കുറച്ച് ചോല്, നമ്മുടെ എന്താ പറയുക, വെള്ളക്കടലയുടെ കറി, നല്ല ടേസ്റ്റാണ്. കുറച്ച് കഴിച്ചാൽ മതി. നമുക്ക് ഹെവി ആയിട്ട് തോന്നുകയും ചെയ്യും. ഒരു നേരം സൂപ്പറാണ് തണുപ്പത്ത്. എനിക്ക് വീട്ടിൽ ഏറ്റവും കൂടുതൽ വേണ്ട സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്, ടിഷ്യൂ പേപ്പർ. അതെനിക്ക് അറിയത്തില്ല. അത് നമ്മുടെ ബാത്റൂമിലായാലും കിച്ചണിലായാലും നോർമലായിട്ടുള്ള സ്ഥലത്താണെങ്കിലും ഇവൻ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്താണെങ്കിലും ടിഷ്യൂ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല.
അത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ ബാഗിൽ പോലും ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ് ടിഷ്യൂ പേപ്പർ കേട്ടോ. രാക്കി അത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ ടിഷ്യൂസും ഇനി വരാനുണ്ട്. തണുപ്പത്ത് ഏറ്റവും വലിയൊരു ജോലിയാണ് തല എണ്ണ തേച്ച് കുളിച്ച് റെഡിയാവുക എന്നുള്ളത്. ശരിക്കും ഡ്രയർ വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാം, ലെങ്തി ഹെയർ ആണെങ്കിൽ. പക്ഷേ എൻ്റെ മുടി എനിക്ക് ഡ്രയറിൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആവുകയും ചെയ്യും, മാത്രമല്ല തല ഭയങ്കര വേദന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ പുറത്തോട്ടൊന്ന് പോയി ഇരിക്കാന്ന് വെച്ചപ്പോൾ ദേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എന്തൊക്കെയോ പരിപാടി ബാൽഭവന്റെ നടക്കുകയായിരുന്നു നമ്മുടെ ഗ്രൗണ്ടിൽ. അവിടെ ബെഞ്ചിലിരുന്ന് കുറച്ച് കണ്ടു. ഓട്ടവും ചാട്ടവും സൈക്കിള് എന്തോ മെല്ലെ ചവിട്ടുന്ന എന്തോ കോമ്പറ്റീഷനായിരുന്നു കേട്ടോ. ഇവിടെ ബാൽഭവനുണ്ട്. അപ്പോൾ അതിൽ നമുക്കിങ്ങനെയുള്ള പരിപാടികളൊക്കെ പിള്ളേർക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ചൂട് സമയത്ത് സ്വിമ്മിങ് വരുമ്പോൾ അങ്കു അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അവന് സ്വിമ്മിങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബാഡ്മിൻ്റനും ഒക്കെ അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികളിൽ അവൻ കുറവാണ് പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.